ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ഈ വൈറൽ ക്രോഷ്യ ജാസ്മിൻ ഗാർലൻഡ് ഉണ്ടാക്കി പഠിക്കാം. അപ്പോൾ നേരെ നമുക്ക് ട്യൂട്ടോറിയൽ കാണാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഇത്രയേ ഉള്ളൂ. ഗ്രീൻ കളറിയാണ്, വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറിയാണ്, ഒരു ഹുക്ക്. ഈ ഹുക്ക് നോക്കണ്ട, കാരണം ഇതെനിക്ക് ഭയങ്കര വലുതായിട്ട് കിട്ടിയ 3 or 3.5 mm ഹുക്ക് മതി. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. ബേസിക് സ്റ്റിച്ചസ് പഠിച്ചിട്ട് പ്രൊജക്ട്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ ഞാൻ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ചെയിൻ ചെയ്യണം. നമുക്ക് ഏകദേശം എത്രത്തോളം ലെങ്ത്താണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക. ഇത് ഒന്ന് ചുരുണ്ട് വരും, അപ്പോൾ നമുക്ക് ലെങ്ത്ത് കുറയും. അതുകൊണ്ട് അതിനനുസരിച്ച് അധികം എടുക്കണം. ഞാൻ ചെയ്തപ്പോൾ ചെറുതായിപ്പോയി. ഞാൻ ഇവിടെ 50 ചെയിനാണ് ചെയ്തത്. മാക്സിമം ചെറിയ ഹുക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, കാരണം നമുക്ക് ഈ ഗ്രീൻ കളർ ഓവറായാൽ വലിയ രസം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ഓരോ ചെയിനിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യാൺ ഒരു തവണ ഹുക്കിൽ ചുറ്റി അകത്തൂടെ എടുത്ത്, ഇപ്പോൾ നമുക്ക് 3 കിട്ടും. ഒന്നും കൂടെ ചുറ്റിയെടുക്കുക. ഇപ്പോഴും നമുക്ക് ഈ 3 കിട്ടില്ലേ, ഈ 3 അകത്തൂടെ ഒരുമിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത എല്ലാ ചെയിനിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഇത് അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഒരു ചെയിൻ പോലെ ചെയ്ത് കുറച്ച് വലിയ എൻഡ് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ എൻഡ് ഇതിൻ്റെ അകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 3 mm കാണിക്കുന്നത് ഞാൻ വലുത് വെച്ച് ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ മാറ്റി ചെയ്തേ. ഏത് ഹുക്ക് വെച്ചാണോ ഇത് ചെയ്തത് അതിൻ്റെ ചെറിയ സൈസുള്ള ഒരു ഹുക്ക് എടുത്തിട്ട് നമുക്കിത് ഈസി ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ 2 സൈഡിലും മാറി മാറി ഇങ്ങനെ അകത്തേക്ക് വലിച്ചാൽ മതി. നമ്മൾ അഴിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. ഇനി നമുക്ക് ഈ എൻഡ് കട്ട് ചെയ്ത് കളയാം. ഞാൻ 2 സൈഡും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫ്ലവർ അല്ല, ശരിക്കും മുല്ലമുട്ട് പോലെയാണ് നമ്മൾ ചെയ്യണത്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ വൈറ്റ് യാൺ എടുക്കുക. എന്നിട്ട് ഇതിലെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ നമ്മളിതാ ഫസ്റ്റ് ഇതിൽ തന്നെ ഈ 2 യാണിൻ്റെ അകത്തൂടെ എടുക്കണം. ആ സ്റ്റിച്ചിൽ 2 പീസ് ഉണ്ടായിരിക്കും. ആ 2 ഇതിൻ്റെയും അകത്തൂടെ എടുത്ത് ഈ വൈറ്റ് യാൺ വെച്ചിട്ട് ഒരു ചെയിൻ പോലെ ചെയ്യുക. അപ്പോൾ അതിൽ അറ്റാച്ചായി കിട്ടും. ഇനി അതിൻ്റെ പുറമേ നമ്മൾ 3 ചെയിൻ കൂടെ ചെയ്യുക. കണ്ടോ? ഇനി ഈ സെയിം സ്റ്റിച്ചിൽ നമ്മളിപ്പോൾ ഈ ജോയിൻ ചെയ്ത സെയിം സ്റ്റിച്ചിൽ 4 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിനും ഒരു ഡബിൾ ക്രോഷ്യ പോലെയാണ് ഇതിൽ ആക്ട് ചെയ്യുക. അപ്പോൾ മൊത്തം നമുക്ക് 5 ഡബിൾ ക്രോഷ്യയാണ് വരിക. കൗണ്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ 3 ചെയിനും 4 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഇതാ ഞാൻ 4 ഡബിൾ ക്രോഷ്യ ചെയ്തു. നേരെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പക്ഷേ 3 ചെയിനും 4 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തത്. ഇനി നമ്മൾ ഹുക്ക് അത് നൂരിയെടുത്തിട്ട് ആ 3 ചെയിൻ ചെയ്തില്ലേ, അതിലെ 3ാമത്തെ ചെയിൻ്റെ അകത്തൂടെ എടുത്ത് ഇനി നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്താൽ നിർത്തിയ ആ എൻഡ് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങ് എടുക്കുക. സ്ലിപ്പ് നോട്ട് പോലെ അകത്തൂടെ എടുക്കുക. എന്നിട്ട് 2 ചെയിൻ ചെയ്യുക. ഇനി സെയിം ആ സ്റ്റിച്ചിൽ തന്നെ ഒന്നുകൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, നമ്മുടെ ഫസ്റ്റത്തെ മുല്ലമുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഭയങ്കര ഈസി പാറ്റേൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത്തിരി ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇത് ഒന്നുകൂടെ കാണിച്ചു തരാം. തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത സ്റ്റിച്ചിലെത്തും.
ഇനി 3 ചെയിൻ, 4 ഡബിൾ ക്രോഷേ. സെയിം പ്രോസസ്സാണ് ഇനി ത്രൂ ഔട്ട് നമ്മൾ ഈ എല്ലാ ചെയിനിലും ചെയ്യേണ്ടത്. ഇതാ ചെയ്തു. ഇനി നമ്മൾ മൂന്നാമത്തെ ചെയിൻ്റെ അകത്തൂടെ ഡബിൾ ക്രോഷേ ചെയ്ത് നിർത്തി അവിടുത്തെ എൻഡും കൂടെ അകത്തേക്ക് എടുത്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, 2 ചെയിൻ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്തൂടെ സെയിം സ്റ്റിച്ചിൻ്റെ അകത്തൂടെ ഒന്നുകൂടെ എടുത്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, മനസ്സിലാവുന്നില്ലേ? ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. ഇനി നമ്മൾ എത്ര ലെങ്ത്താണ് എടുത്തത് അത്രയും ലെങ്ത്തിൽ എല്ലാ സ്റ്റിച്ചിലും ഈ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുക. 3 ചെയിൻ, 4 ഡബിൾ ക്രോഷേ. എന്നിട്ട് ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും കൂടെ ജോയിൻ ചെയ്യുക, 2 ചെയിൻ, സ്ലിപ്പ് സ്റ്റിച്ച്. തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, പിന്നെ സെയിം റിപ്പീറ്റ്. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ട്, വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്രോഷേ പഠിക്കണ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു ക്രോഷേ ബിഗിനർ ആണെങ്കിൽ ചെയ്ത് പഠിക്കാൻ പറ്റിയ 2-3 പ്രൊജക്ട്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് കയറി നോക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക. ഇതൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ചെയിനിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ എൻഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് ലെങ്ത്തിൽ യാണ് എടുത്തിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രീനിൽ ചെയ്ത സെയിം പ്രോസസ്സ് നമ്മൾ കുറച്ച് ചെറിയ സൈസുള്ള ഹുക്ക് എടുത്തിട്ട് ഇതിൻ്റെ അകത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിത് ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് കിട്ടിയ, ഒരു സ്പൈറൽ ഷേപ്പിൽ തന്നെ ആയിരിക്കും കിട്ടുക. നമ്മളിത് ഒന്നും കൂടെ ഒരു സ്റ്റിച്ച് ചെയ്യാണ്ട് അപ്പോൾ നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടും. ഇതാ ഞാൻ ചെറിയൊരു ഹുക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കയറ്റി ഇറക്കി കൊടുക്കുകയാണ്, അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആരും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്ത് കളയരുത്, എനിക്കത് മാത്രമേ ഞാൻ 2-3 തവണ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വരുന്ന ഈ എൻഡ് കട്ട് ചെയ്ത് കളയാം. ഇനി ഒരു ചെറിയ പണി കൂടെ ഉണ്ട്. നിങ്ങളടുത്ത് ഈ യാണ് സ്റ്റിച്ച് ചെയ്യണ നീഡിലുണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. എൻ്റെ ചെറിയ നീഡിൽ കാണാനില്ല, ഇത് വലിയ നീഡിൽ, അത് ഇതിൻ്റെ അകത്ത് കയറുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ നോർമൽ നീഡിലിൽ കുറച്ച് കട്ടിക്ക് നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്യണത്. ഈ ഗ്രീൻ കളർ സ്പേസിൽ നമ്മൾ ഈ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചുമ്മാ തയ്ച്ചു കൊടുക്കണം. റണ്ണിങ് സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കില്ലേ, അതുപോലെ ചുമ്മാ ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ ആദ്യം ഒന്ന് ലോക്ക് ചെയ്യുന്നുണ്ട് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ചുമ്മാ റണ്ണിങ് സ്റ്റിച്ച് ഇടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കി കൊടുക്കാം. ഈ ഗ്രീൻ കളറുള്ള ഭാഗത്ത് മൊത്തം നമ്മളങ്ങനെ ചെയ്യണം. ഞാൻ അതാ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു എൻഡ് തുടങ്ങി മറ്റേ എൻഡ് വരെ എത്തി. ഇനി നമ്മൾ ഇതിങ്ങനെ പിടിച്ച് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ചെറുതായി ചെറുതായി വരും, തിക്കായിട്ട് വരും. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് അനുസരിച്ച് നമ്മളിങ്ങനെ തിരിച്ച് കൊടുത്താൽ നമുക്ക് വേണ്ട പോലെ, നമുക്ക് ആവശ്യമുള്ള പോലെ ആക്കിയെടുക്കാൻ പറ്റുക. ഞാൻ ഈ ഒരു രീതിക്കാണ് എടുത്തത്, ഒരുപാട് തിക്നെസ് ഇല്ലാണ്ടാണ് എടുത്തത്. ഇനി ഈ ത്രെഡ് കൂടെ നമ്മളിവിടെ ഒന്ന് നോട്ട് ഇട്ടിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അഴിഞ്ഞു പോരൂല എന്ന് ഉറപ്പുള്ള രീതിക്ക് നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച്, നിങ്ങളുടെ രീതിക്കനുസരിച്ച്
നോട്ട് ഇട്ടിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കി വരുന്നതിൻ്റെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ റിസൾട്ട് ആയിട്ടുണ്ട്. ഞാൻ ചെയ്ത് കുറച്ച് ചെറുതായിപ്പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, വേറൊരു ട്യൂട്ടോറിയലായിട്ട് പെട്ടെന്ന് തന്നെ കാണാം.